ചെറുപുഴ ഗ്രാമീണ വായനശാല വയോജന വേദിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ പുസ്തകക്കൂടും വയോജന ഷെൽട്ടറും തുറന്നുകൊടുത്തു. പുഴയോരത്തെ കുട്ടികളുടെ പാർക്കിനോടനുബന്ധിച്ചാണ് വയോജന ഷെൽട്ടർ തയ്യാറാക്കിയത്. സംസ്ഥാന ഗ്രന്ഥശാല കൗൺസിൽ പ്രസിഡന്റ് വി.കെ. മധു ഉദ്ഘാടനം ചെയ്തു. ചെറുപുഴ ഗ്രാമീണ വായനശാല വയോജനങ്ങൾക്കായി കാര്യങ്കോട് പുഴത്തീരത്തെ കുട്ടികളുടെ പാർക്കിൽ തയ്യാറാക്കിയ പുസ്തകക്കൂടും വയോജന ഷെൽട്ടറും തുറന്നുകൊടുത്തു. ഗ്രന്ഥശാല കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റ് വി.കെ. മധു ഉദ്ഘാടനം ചെയ്തു. ചില സന്ദർഭങ്ങളിൽ അതിനെ സംഘർഷഭരിതമാക്കിയും ഒഴുകി ചരിത്രത്തിലേക്ക് ഒഴുകിയ ഒരു പുഴയുടെ ഗാഥയാണ് തേജസ്വിനി പുഴയുടെ കഥയെന്ന് പറയുന്നത്. ഉത്തര കേരളത്തിലെ ആദ്യത്തെ കർഷക സമരത്തിന്റെ ഉജ്ജ്വലമായ പോരാട്ട ഭൂമിയായി മാറിയ കയ്യൂർ നാടിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി സ്വന്തം ജീവിതം തന്നെ സമർപ്പിച്ച 4 ദേശസ്നേഹികളുടെ ചരിത്രം കൊണ്ട് പുളകമണിഞ്ഞു നിൽക്കുന്ന കയ്യൂർ. ആ കയ്യൂരിന്റെ തീരത്തുകൂടി ഒഴുകി വരുന്ന തേജസ്വിനി പുഴയ്ക്ക് ഒരു പുതിയ ചരിത്രം സൃഷ്ടിക്കാനുള്ള അവസരം വീണ്ടും വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണേണ്ടത്. തീർച്ചയായും പുഴകൾ അങ്ങനെ ചരിത്രത്തിൽ ഒരുപാട് കഥകൾ പറയാറുണ്ട്, ഒരുപാട് ചരിത്രങ്ങൾ തീർക്കാറുണ്ട്. അങ്ങനെ ഒരു പുഴയോരത്ത് ഈ ചരിത്ര പ്രധാനമായ തേജസ്വിനി പുഴയുടെ തീരത്ത് ഇങ്ങനെ ഒരു അക്ഷരോദ്യാനം ഒരുക്കാൻ സാധിച്ചത് അതിന് മുൻകൈയെടുത്ത അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുത്ത ഗ്രാമീണ ഗ്രന്ഥശാലയുടെ സംഘാടകരെ, ഭാരവാഹികളെ, സംസ്ഥാന ലൈബ്രറി കൗൺസിലിന് വേണ്ടി ഞാൻ ഹൃദയംഗമായ അനുമോദനങ്ങൾ, അഭിനന്ദനങ്ങൾ അറിയിക്കുക. വി. കൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ഗ്രന്ഥശാല കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം എം.കെ. രമേശ് കുമാർ, ജില്ലാ സെക്രട്ടറി പി.കെ. വിജയൻ, പഞ്ചായത്ത് അംഗം എം. ബാലകൃഷ്ണൻ, ചെറുപുഴ പോലീസ് ഇൻസ്പെക്ടർ ടി.പി. ദിനേശ്, കെ. ശിവകുമാർ, ആർ.കെ. പത്മനാഭൻ, കെ. സുരേഷ് കുമാർ, കെ.സി. ലക്ഷ്മണൻ, കെ. ദാമോദരൻ മാസ്റ്റർ, പി.വി. കുഞ്ഞിക്കണ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ഗ്രന്ഥാലോകം വരിസംഖ്യ സ്വീകരിക്കൽ, മികച്ച വയോജന വായനക്കാർക്കുള്ള സമ്മാന വിതരണം, പാർക്കിലെ സോളാർ പാനലിന്റെ ഉദ്ഘാടനം, വായനക്കൂട്ടങ്ങളുടെ രൂപീകരണ പ്രഖ്യാപനം എന്നീ ചടങ്ങുകളും ഇതോടൊപ്പം നടന്നു. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. സ്വർണം പണയം വെക്കുക, കൂടിയ തുക വാങ്ങുക, എങ്ങനെയെന്നൊന്നും ചോദിക്കേണ്ട. നേരെ ക്യാപിറ്റൽ ഫിനാൻസിയേഴ്സിലേക്ക് വന്നോളൂ. കൂടിയ മൂല്യമുള്ള സ്വർണം പണയപ്പെടുത്തി കുറഞ്ഞ തുക വാങ്ങേണ്ട കാര്യമില്ലല്ലോ. ഇനി സ്വർണ്ണ പണയത്തിന്മേൽ കൂടുതൽ തുകയുമായി സംതൃപ്തിയോടെ വീട്ടിലേക്ക് മടങ്ങാം. മറ്റു ബാങ്കുകളിൽ കുറഞ്ഞ തുകയ്ക്ക് പണയത്തിലിരിക്കുന്ന സ്വർണം തിരികെ എടുത്ത് കൂടുതൽ തുകയ്ക്ക് പണയം വെക്കാം. സ്വർണ്ണ പണയത്തിന്മേൽ EMI തവണ വ്യവസ്ഥ സൗകര്യവും 25 വർഷത്തെ പാരമ്പര്യമുള്ള ക്യാപിറ്റൽ ഫിനാൻഷിയേഴ്സ് കരുവഞ്ചാലിലും ചെറുപുഴയിലും. കൂടിയ മൂല്യമുള്ള സ്വർണം വെച്ചിട്ട് കുറഞ്ഞ തുക ലോൺ എടുക്കണം. 1 പവൻ സ്വർണത്തിന് 48,000 രൂപ വരെ വായ്പ നൽകും. ഗ്രാമിന് 6,000 രൂപയും. സ്വർണം പണയം വെക്കാൻ ഇനി ഒട്ടും ബുദ്ധിമുട്ടേണ്ട. നേരെ ക്യാപിറ്റൽ ഫിനാൻഷിയേഴ്സിലേക്ക് വന്നോളൂ. ക്യാപിറ്റൽ ഫിനാൻഷിയേഴ്സ്, ഹെഡ് ഓഫീസ് കരുവഞ്ചാൽ, ബ്രാഞ്ച് ചെറുപുഴ. മൊബൈൽ 9495 953 291 9961 370 822.